മനസ്സിലാക്കാനുള്ള ഇതാര് ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുക. സ്നൈപ്പ് എല്ലാരും ഉണ്ടല്ലോ. സ്നൈപ്പ് അതെന്താണ് ഒരു പൊട്ടുന്ന കുപ്പിയുടെ ശബ്ദം കേട്ടേ? അത് വെള്ളം 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 എന്നെ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളു കുറച്ച് മുന്നേ. ഇവിടെ സ്നൈപ്പ്, ബോബ്, ആഷ്, വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതാരും കെവിനാ? എടേ നീ ജീവനോടുണ്ടോ? നീ ഞാനിങ്ങനെ വെള്ളോടിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ ഇതിനകത്തോട്ട് വന്നത്. ഇല്ല, എനിക്ക് പനിയാണ്, എനിക്ക് വയ്യായിരിക്കും. അപ്പൊ പറയാ വെള്ളം അടിച്ചിട്ട് വന്ന് ഇത് പറഞ്ഞതാണ്. എന്നാലും ഞാൻ ചോദിച്ചത് നിന്റെ അടുത്ത്, ഞാൻ ലൈവ് ഇടുന്ന ദിവസം ഇതൊന്നും ഉപയോഗിക്കാറില്ല കേസ്. ഞാനൊന്നും ഇതൊന്നും ഉപയോഗിക്കാത്ത ഇതൊന്നുമല്ല. ഞാൻ സർക്കാർ സ്ഥാപനത്തിൽ പോയി നേരെ നല്ല ബിവറേജിൽ പോയി ക്യൂന്ന് സാധനം മേടിക്കുന്നവനാണ് ഞാൻ. അല്ലാതെ ഞാൻ മറ്റേ പകൽമാന്യം കളിക്കാറില്ല ഞാൻ. പക്ഷെ ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് വന്ന് ലൈവ് ഇടേണ്ട ആവശ്യം എനിക്ക് ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. ലൈവ് ഇടുക എന്നുള്ളൊരു പരിപാടി ഞാൻ ചെയ്യത്തില്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു ജോലി പോലെയാണ്. അത് ഞാൻ മര്യാദയ്ക്ക് ചെയ്യും. മനസ്സിലായ? ഡിസ്ക്ലൈമർ. ഇതൊന്നും വാങ്ങിച്ചുപയോഗിക്കുന്നത് ശരീരത്തിന് മദ്യം വിഷമാണ്, കുടിക്കരുത്. അപ്പൊ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അതായത് ഇവർ ഈ ലൈവ് വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കും. അതായത് മോനെ ഇതും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, അവൻ കംപ്ലീറ്റ്ലി പറഞ്ഞത് തെറ്റാ, ദാമു എന്ന് പറയുന്ന ഒരാളെ വരുന്നില്ല, ഇതൊക്കെ ചുമ്മാതാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ. അതെ, അത് തന്നെ ബിസിനസ് മീറ്റിംഗിൽ ചെറുതൊരടിക്കും. അത് ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം ബിസിനസ് മീറ്റിംഗിൽ ചെറുതൊരടിക്കും. ഓക്കെ, അപ്പൊ ഇവരിങ്ങനെ ഇത് വന്ന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പിള്ളേർ ഇത് കേട്ടിട്ടുണ്ടല്ലോടാ. ഈ പിള്ളേർ ഇത് കേട്ടിട്ട് ഇവർ ഭയങ്കര കൊച്ചു പിള്ളേരാ. അതായത് എനിക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ എൻ്റെ അത് കൊച്ചു പിള്ളേർ ഓഡിയൻസ് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കൊച്ചു പിള്ളേർ ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഓഡിയൻസ് ഉള്ളതിൽ മജോറിറ്റി അല്ല അവർ, മൈനോറിറ്റിയാണ് അവർ. ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബിൻ്റെ ഇതിലും അതിൻ്റെ സ്റ്റാറ്റസും എല്ലാം ഞാൻ ഇതിനു മുമ്പ് ഇതാക്കിയിട്ടുള്ളതാ. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം, ഇതിന് കൂടുതലും പിള്ളേരായതുകൊണ്ട് ഈ പിള്ളേര് ഇത് കേട്ട് ഇൻഫ്ലുവൻസർ ആയിട്ട് നേരെ വൈകുന്നേരം ആകുമ്പോൾ ഈ പറയണത് പോലെ ഇവന്മാരുടെ മൈൻഡ് തോട്ട് എന്ന് പറഞ്ഞാൽ നേരെ വന്ന് തള്ളക്കി വിളിക്കണം, തന്തയ്ക്ക് വിളിക്കണം, എൻ്റെ മെസ്സേജ് ഫേക്ക് അക്കൗണ്ടിൽ ഇടണം. ഇതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി. ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് നേരെ വന്നിട്ട് BP എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. എന്ത് പറയാൻ പറ്റും? ഇത് കുറെ നാളായിട്ട് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൂപ്പായിട്ട് വന്നോണ്ടിരിക്കുക. മനസ്സിലായ? അപ്പൊ കേൾക്കുന്നതിനും പറയുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. നീയൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇതിലെല്ലാത്തിലും ഞാൻ ഇതിന് വട്ടം പറയണ കാര്യമാണ്, ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നടക്കുമ്പം ഈ കോൺട്രവേഴ്സി ലൈവ് ഇടുന്നവന്മാർക്കൊക്കെ ഈ പറയണ പോലെ നല്ല റവന്യൂ എനിക്കും കിട്ടും, അവനും കിട്ടും, അവനും കിട്ടും. മനസ്സിലായ? പക്ഷെ ഇതിനു വേണ്ടി സമയം പാഴാക്കുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടും? എടാ, ഗെയിമിന്റെ കാര്യം അതൊക്കെ സിറ്റിക്കകത്ത് ഞങ്ങൾ അടിച്ചോ തല്ലിയോ തീർത്തോളാം. ഇതിന്റെ പുറകിൽ എടാ, എനിക്ക് വെളുപ്പിന് 3 മണിക്ക് 2 മണിക്കൊക്കെയാണ് ഈ കൊച്ചു ഫുണ്ടകളുടെ മെസ്സേജ് വരുന്നേ. നിനക്കൊന്ന് സ്കൂളിൽ പോകണ്ടേടാ, നിനക്കൊന്ന് സ്കൂളിൽ പോകണ്ടേ, രാവിലെ എണ്ണീക്കണ്ടേ? നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. ഓക്കെ, കൂടുതൽ ഞാൻ പറയാം. ഇരുന്ന് കിളത്തിയാകെ ഇരുന്ന് മറ്റേ വലിയ ഇതാക്കാൻ പറഞ്ഞ. പിന്നെ ഒരു കാര്യം ഇവിടെ ഇനി ഗ്യാങ് ആയിട്ടില്ല. ഓക്കെ, ഗ്യാങ് ആയിട്ടില്ല, അതുകൂടെ പറയുവാണ്. ഗ്യാങ് ആയാലുള്ള കാര്യമാണ് പറഞ്ഞത്. ഗ്യാങ് ആയാൽ ഞങ്ങൾ തല്ലാൻ വെച്ചിരിക്കുന്ന, ഞങ്ങൾ ഹോസ്റ്റേജ് ആക്കാൻ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഒരുത്തിനെ വെച്ചിട്ടുണ്ട്. അല്ലെ സ്നേഹിപ്പേ? 6-7 മാസമായിട്ട് ഞങ്ങൾ ഹോസ്റ്റേജ് ആക്കാൻ ഒരുത്തിനെ വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിരിക്കുകയാണ്. അവനെ ഗ്യാങ് ആവുന്നതിന്റെ അന്ന് TV-യില് 35 പേരുണ്ടെങ്കിൽ 35 പേരും കയറും, അടിക്കും, അവനെ കൊണ്ടുവരും, കക്കൂസ് കഴിപ്പിച്ച് തുടങ്ങിക്കോളൂ. അതായിരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനാഗുറേഷൻ. അത് ഞാനായിരിക്കും ഒഫീഷ്യലി ചെയ്യാൻ പോണേ. ഉറപ്പാണ്, കോൺഫിഡൻസോടെ ഞാൻ പറയും, ഞാനായിരിക്കും അത് ചെയ്യാൻ പോണത്. ഞാൻ അത് ചെയ്യും, ഞാൻ അത് ചെയ്തിട്ടേ പോത്തുള്ളൂ. കയറുന്നതിന്റെ അന്ന് തന്നെ നമ്മൾ അത് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചിരിക്കും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഗ്യാങ് ഇനാഗുറേഷൻ ചെയ്യാൻ പോണത്. മനസ്സിലായോ? അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അല്ലെങ്കിൽ നീയൊക്കെ ഇന്നലെ വന്ന ഒരുത്തിനെ പിടിച്ച് കോലീഡർ ആക്കേണ്ടി വരും. അതായത് ഗതികെട്ട് കോലീഡർ ആക്കിപ്പിക്കേണ്ടി വരും. അതിലും നാണക്കേടുണ്ടാവും ഒരു ഗ്യാങ്ങിന് നാണക്കേടുണ്ടാവും അതിലും വലിയ. അതായത് കുറച്ച് പ്ലേയേഴ്സിനെ ഗ്യാങ്ങി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് ഒരുത്തിനെ കളി നിർത്തിപ്പോയി ഒരുത്തിനെ തിരിച്ചുകൊണ്ട് കോലീഡർ ആക്കും. ആലോചിക്കാൻ പോലും പോയല്ലോ ആ ഗ്യാങ്ങിന്റെ ലെഗസി. അതിലും വലിയ നാണക്കേടില്ല, അതിലും വലിയ നാണക്കേടുണ്ടാവാൻ പോണില്ല.
അപ്പം നമ്മളൊരു 6 മാസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അവനെ ഹോസ്റ്റലിലൊക്കെ. കാരണം സിറ്റി കയറില്ല, അവൻ ഇനി മറ്റേ ടർഫിന്റെ വാർച്ചാറ്റി മാത്രം കൊണയിട്ടിട്ട് പോകും. അപ്പൊ അവനെ നമ്മൾ പൊക്കും, അവനെ നമ്മൾ സിറ്റിക്കകത്ത് ഈ പറയണത് പോലെ, ഇത് വെളിയിലത്തെ കാര്യം പോലെ കേട്ടോ, സിറ്റിക്കകത്ത് നമ്മൾ ഇതാക്കും, ഹോസ്റ്റേജ് എടുക്കും. അങ്ങനെയായിരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനാഗ്രേഷൻ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് കാണാം ഇതെവിടെ വരെ പോകുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഇനി ഈ അമ്പി എന്ന് പറയണ ഒരുത്തിനെ ഞാൻ വിശ്വസിക്കുകയില്ല. ജീവിതത്തിൽ ഇനി കരഞ്ഞു പറഞ്ഞാലും കാല് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ഒരു സംശയമില്ല ഇതില്. நீ நம்புன்னு சொல்லிட்டு ஆல் தி பெஸ்ட் எல்லாம் அனுப்பிச்சிட்டா நானு. ஐயோ കോച്ച്, ഞാൻ വരെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് ഞാൻ എല്ലാം ഇതാക്കിയിട്ട് പോയതല്ലേ കോച്ച്. എന്നിട്ട് പർച്ചേസിങ് പർച്ചേസ് എവിടെ തൊട്ട് തുടങ്ങിയ പർച്ചേസാ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 80 പേരെ പർച്ചേസ് ചെയ്ത്. ഈ 80 പേര് ഇല്ല, ഇപ്പൊ 80 പേര് പല 2 സൈഡായിട്ട് 2 ഗ്യാങ്ങായി. തള്ളക്കിവിളി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ ഈ അമ്പിക്കുട്ടന്മാരെ വിശ്വസിക്കുന്ന പരിപാടി ഞാൻ നിർത്തി ഗൈസ്. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഇതായിരുന്നു ടി വിയുടെ സൈഡ്. ടി വി ഇവിടെ ദുഃഖാചരണം ആചരിക്കുവാണെന്നൊക്കെ നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അസൻസിയോ പോയതുകൊണ്ട് ഇവിടെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കറുത്തോടി കെട്ടി ഞാൻ മറ്റേ മിണ്ടാതിരിക്കുക കരഞ്ഞിരിക്കുവാണെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു വരുന്നത് ഞാൻ കേട്ടായിരുന്നു. തെറ്റിദ്ധാരണയാണ്. ആൻഡ് ടി വിയില് ഒരു ഈ പറയണത് പോലത്തെ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയണത് പോലെ പ്ലേയേഴ്സിനെ കൊണ്ടുവരും. അത് ഞാൻ എൻ്റെ അടുത്ത ലൈവിലെ ഞാൻ അനൗൺസ് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കഴിച്ചാൽ എനിക്ക് കംപ്ലീറ്റ്ലി ഒരു റീസെറ്റ് വേണം. എൻ്റെ ഹെൽത്ത് ഒക്കെ ഭയങ്കര വീക്കാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഊരി അഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അതുപോലെ ഡ്രീമർ എന്നെ നന്നാക്കാൻ പോവാണെന്നാണ് ഡ്രീമർ പറഞ്ഞത്, അല്ലേ ഡ്രീമറെ? ഞാൻ ഡ്രീമറാണ് എൻ്റെ ട്രെയിനർ. ഗൈസ് എനിക്കൊരു കുറച്ച് ദിവസം സമയം വേണം. സീരിയസ് ആയിട്ട് എനിക്കൊരു 2-3 ദിവസം സമയം വേണം. ഞാനപ്പോൾ എനിക്ക് വീട്ടിൽ പോയി ഇപ്പം എടുത്ത PC എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഈ PC ഇതെല്ലാം എനിക്ക് വീട്ടിൽ കൊണ്ടുവെക്കണം. എനിക്കൊരു 2-3 ദിവസം സമയം വേണം. എനിക്ക് ഒട്ടും വയ്യ, ഞാൻ ഒട്ടും ഓക്കെ ആയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങണടാ, ഞാൻ ഉറങ്ങാൻ പോകണടാ. എനിക്കിന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം. എനിക്ക് എടാ ഞാൻ പാരസെറ്റമോളാണ് ഇരിക്കണം. എടാ ഞാൻ നന്നാവുന്നല്ലടാ, ഡ്രീമർ നശിച്ചെന്നാണ് പറയണത് ഇവിടെ ആൾക്കാർ ചാറ്റില്. ചേട്ടാ 2 പീപ്പിൾസ് കിക്ക് പോയിന്റ് മിസ്ഡ്. അയ്യോ ആരുടെയൊക്കെ? എടാ കാണുന്നില്ലടാ ഇതിനകത്ത്, ആക്ടിവിറ്റി ഫീഡിൽ ഇല്ലടാ. എന്ത് ചെയ്യടാ അത് കാണിക്കാ. ഹൗസ് റാംബോ ബ്രോ, ഹെൽത്ത് ഓക്കെ അല്ല റാംബോ? ഇത് ഒത്തിരി വീക്ക് മുമ്പത്തെയാന്ന് തോന്നുന്നു. റാംബോ ബ്രോ ഹെൽത്ത് ഓക്കെ അല്ല, അതാണ് ഹെൽത്ത് സെറ്റാക്കാനടാ. മൊത്തത്തിൽ പോയിരിക്കുവാ ഞാനിപ്പോ എന്റെ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നാളെ അടുത്തത് അത് വെച്ചിട്ടാണ് തന്തേലാഴി പറയാൻ പോണത്. മറ്റേ 5ാം ക്ലാസ്സിലെ ഫുണ്ടുകൾ 5ാം ക്ലാസ്സിലെ ഫുണ്ടുകൾ ക്യാൻസർ ആണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. മനസ്സിലായ? അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് അത് ഞാൻ എന്താ പറയണില്ല. അതുകൊണ്ട് അത് എനിക്ക് കുറച്ച് ഇത് വേണ്ടുന്ന ഒരു കാര്യമാണ്. കുറച്ച് ഇതും കെവിൻ അപ്ഡേറ്റ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ ഏതോ പെങ്കൊച്ചിന്റെ കൂടെ ഇവിടെ കറങ്ങി നടക്കണ കണ്ടെന്ന് പറഞ്ഞ ടീം വിളിച്ചായിരുന്നല്ലോ. സിറ്റാവാൻ വേണ്ടി പെണ്ണിന്റെ കൂടെ കറങ്ങണ? എന്താ കേട്ടില്ല. കുഞ്ഞമ്മയുടെ മോളെന്ന് അപ്പച്ചീന്റെ മോളായാലും ഓയോ കഴക്കൂട്ടം. നാളെ എന്റെ അപ്പച്ചിയുടെ മോക്ക് ഒരു PSC എക്സാം ഉണ്ട്. ജസ്റ്റ് ഫ്രഷ് അപ്പ്. ഇവരെല്ലാം ഉണ്ടായിരുന്നു. ലുലു മോളി വെച്ചത്. ഇത് ഇത്ര നാൾ എറണാകുളത്തായിട്ട് ഇവനെ ഞാൻ കണ്ടിട്ടില്ല. എടാ ഇവൻ എറണാകുളത്തൊരു ഫ്ലാറ്റ് ഉണ്ടടാ. അവിടെ കറണ്ട് ഇല്ലേ? പക്ഷെ ഞാൻ ഇവിടുന്ന് മാറും, അതല്ലേ? ഞാനും പോയി ഇന്നലെ വെളുപ്പിന്. നിങ്ങൾ റൂം കഴിഞ്ഞാ? എടാ എന്റെ റൂമിന് എന്റെ ഈ വീട് എനിക്ക് ഇനി ഒരു 1.5 മാസം 2 മാസം എന്റെ വില്യാണത്. അല്ല നീ തിരുവനന്തപുരത്ത് പോകണോ? അപ്പൊ അത് സ്ഥിരതാമസമായത്. അത് 2 മാസത്തേക്ക് ഞാൻ ഇവന്മാരോട് പറഞ്ഞാണേ,
മാമൻ ഇവന്മാരെന്നോട് ഒന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ അണ്ണാ ഞാനിനി ഫുൾ ലൈവൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പോവാ. നമ്മള് റൂം എടുക്കുവാണ്. റൂം എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ പോവാണെന്ന് പറഞ്ഞു കേട്ടാ. അപ്പം ഞാൻ ഇവന്മാരുടെ അപ്പോഴേ പറഞ്ഞ് എടാ ഒരു വീടെടുത്ത് മാറുമ്പോ മറ്റേ കുക്ക് ചെയ്യല് ഫുഡ് ഉണ്ടാക്കല് ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾ 4-5 പേരില്ലേ ഇവരെ ഇവരെല്ലാരും ഇല്ല അണ്ണാ. എന്നിട്ട് ഇവരൊരു എഗ്രിമെന്റ് ആയിരുന്നു കേട്ടാ. ഇവരൊരു എഗ്രിമെന്റില് മാമൻ ഇവന് വസി 4 പേരുള്ള എഗ്രിമെന്റ് ആയിരുന്നു. ഈ റൂം സൈൻ ചെയ്തതിന്റെ അന്ന് മാമൻ തട്ടട ഇടാൻ മാമൻ തട്ടട തുടങ്ങി. അറിഞ്ഞില്ല എവിടെയാണോ അവന്റെ ഫാമിലി അതന്നെ അത് പറഞ്ഞേ. ധനവച്ചവരത്ത് തട്ടുകടയിട്ട്. അപ്പൊ മാമന്റെ തട്ടുകടയുണ്ട് അവിടെ. അപ്പൊ തട്ടുകടയിലോട്ട് അവൻ തുടങ്ങിയപ്പോ തന്നെ തട്ടുകടയിൽ പോയി. ഇവര് രാത്രിയില് മറ്റേ കപ്പലണ്ടിയും വെള്ളമൊക്കെ കുടിച്ച് പപ്സൊക്കെ തിന്ന്. എടാ ഞാൻ ഒന്നുമില്ലെങ്കിൽ നീ മറ്റേ ഇത് പഠിച്ചവനല്ലേ. നീ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ഇങ്ങോട്ട് എല്ലാരും എടാ ഒന്നുമില്ലെങ്കിൽ നീ മറ്റേ ഇത് പഠിച്ചവനല്ലേ. അവിടെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. അത് 1000-ലിട്ട 5000-ൽ പോകും. ഞങ്ങളെ ഒരു ദിവസം ഒരു മീൻ മേടിച്ചേട്ടോ. ഞങ്ങളൊരു 1/2 കിലോ മീനൊക്കെ മേടിച്ച് ഫ്രൈ ചെയ്യാന്നൊക്കെ പ്ലാനിൽ ഇരുന്നിട്ട് എണ്ണ ചൂടായി മീനെ കൊണ്ട് എടുത്തത് ഫുൾ പൊട്ടിത്തെറി. അവിടെ മൊത്തം കരിഞ്ഞു പോയി. ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റില്ലെന്നോ? എടാ ഇവൻ എന്തോ പഠിച്ചെന്ന് അറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഷെഫാണ് അവൻ. ഷെഫ്. എടാ നീ ഇന്ന് വരെ ഒരു നിനക്ക് മുട്ട പൊരിക്കാനും മാഗി ഉണ്ടാക്കാനും അല്ലാതെ നിനക്ക് അറിഞ്ഞൂടാ. ചിക്കൻ മീൻ പുറത്തെ ഡിഷസ് ഇന്ത്യൻ പറ്റില്ല. ഇന്ത്യൻ പറ്റില്ല. ഇന്ത്യൻ ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം പറയാം. താഴെ ഒരു വിശാലമായ കിച്ചൺ ഉണ്ട്. ഒന്ന് പോയി എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഇത് ആരെന്താ പറഞ്ഞേ? കുറെ നാളായിട്ട് ബ്രോയുടെ ലൈവ് കൊണ്ടുള്ള ആൾക്കാരെ ജസ്റ്റ് റിലാക്സേഷൻ ആണ്. റാംബോ ബ്രോ എല്ലാം സെറ്റാക്കാം. ഞാൻ ഈ ഗ്യാപ്പ് എടുക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. ഞാൻ ഈ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് എടുത്തതിന് തിരിച്ചു വന്നതിന് ശേഷം എവറിത്തിങ് ഗോണ റീസെറ്റ്. എനിക്ക് 1.5 മണിക്കൂറുള്ളതാണ് വീട്ടിലോട്ട്. ദിവസവും ഞാൻ വരും. എനിക്ക് 5 മിനിറ്റ് വരണ്ട. ഇല്ലളിയാ എനിക്ക് വയ്യടാ. എനിക്ക് സത്യമായിട്ടും വയ്യളിയാ. ഞാൻ മരുന്ന് ഇതായിട്ടിരിക്കുക. നോക്കിയല്ലേ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലടാ. ഒന്നും വേണ്ട. നിങ്ങളുടെ സൈഡിൽ വണ്ടർലെ പോയിട്ട് നിനക്കൊന്നും പറ്റിയില്ല. എനിക്ക് രാവിലെ ചുമയും ചുടുകട്ട പോലെ പനിയുണ്ടായിരുന്നു. അയ്യോ ഞാൻ പറഞ്ഞു എന്റെ ശരീരത്തിന് സീനാണ്. എന്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി 6.2 ഒക്കെ ഉണ്ട്. ഇമ്മ്യൂണിറ്റി ഭയങ്കര. വടിയിൽ അടുത്തോട്ട് ഇങ്ങനെ വരൂല പനിയൊന്നും ചിലതൊന്നും. പനിക്ക് പേടിയാന്ന് എടാ എങ്ങനെ